നിങ്ങൾ സന്തോഷിക്കുകയാണല്ലേ ഞാൻ തോറ്റത് കണ്ടിട്ട്? ഞാൻ നിന്റെ വിഷമം കണ്ട് വിഷമിച്ചിരിക്കുകയാണെന്ന്. നിങ്ങളുടെ മുഖം കണ്ടാ പറയൂലോ നിങ്ങൾ സന്തോഷിക്കുകയാണെന്ന്. നിങ്ങളും അവളുമാരുടെ അച്ഛനും എല്ലാവരും സന്തോഷിക്കുക. അയാള് പറഞ്ഞു കേട്ടില്ലേ, അയാളെ ഞാൻ കൊന്നാ പോലും അവളുടെ ജോലി അവള് രാജി വെക്കരുതെന്ന്. എന്നാ പിന്നെ ആവണി ജോലി ചെയ്തോട്ടല്ലേ? എങ്ങനെ? വേണ്ടേ വേണ്ട. നിങ്ങളുമാണ് ശരിയല്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് തോൽക്കുന്ന ഇഷ്ടമല്ലെന്ന്. എന്നെ തോൽപ്പിച്ചവരാരും ജീവിതത്തിൽ സന്തോഷിക്കാൻ പാടില്ലെന്നും. ഇനി കുറച്ചു നേരത്തേക്ക് എന്റെ അടുത്തേക്ക് ആരും വരരുത്. ആരും, നിങ്ങൾ പോലും വരരുത്. എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ ക്ഷമ കെട്ടാ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് പോലും അറിയില്ല. കിഷോറേട്ടാ, മായമെന്താ അവിടെ നിൽക്കുന്നേ? അതെ, മായ ഭയങ്കര ദേഷ്യത്തിലാ. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. ദേഷ്യത്തില്ല? എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എന്നോട് കാണിക്കില്ല. അത്രയ്ക്ക് ഇഷ്ടവാ. ഞാൻ പറയേണ്ടത് പറഞ്ഞു. അങ്ങോട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് പോ കിഷോറേട്ടാ. മായമ്മ, ഏടത്തിയുടെ മുന്നിൽ തോറ്റുപോയത് കാര്യാക്കണ്ട. എനിക്കിടക്കിടക്ക് ഇതൊക്കെ ശീലാണ്. മായമ്മയ്ക്കേ ശീലയില്ലാത്തോണ്ടാ. നമുക്കേ ഐഡിയ ഒന്ന് മാറ്റി പിടിക്കാം. എന്തായാലും മായമ്മയുടെ ഐഡിയ വർക്കൗട്ട് ആയില്ല. എനിക്കറിയാടി എന്ത് ചെയ്യണമെന്ന്. എന്നെ ആരും പഠിപ്പിക്കണം. ഇനി മേലെ കൺമുമ്പിൽ നിന്നെ കണ്ടുപോലും കണ്ടുപോയത്. ഇവർക്ക് തലക്ക് വല്ല കുഴപ്പമുണ്ടോ? കിഷോറേട്ടാ. എന്തു പറഞ്ഞു മായ? അകത്തു പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു. മായമ്മ എന്തോ ടെൻഷനില്ല. ഞാൻ പറഞ്ഞതല്ലേ അങ്ങോട്ട് പോണ്ടെന്ന്. കേട്ടില്ല. എടുത്തുചാട്ടെ കൂടുതലാ. മായക്കാ? എനിക്ക്. ആ, ശരിക്കും മായമ്മയ്ക്കേ എന്ത് പറ്റി? മായയ്ക്ക് തോക്കുന്നത് ഇഷ്ടമല്ല. തോറ്റിരിക്കുന്ന സമയത്ത് ആരും അടുത്തു പോകുന്നത് ഇഷ്ടമല്ല. അടുത്തു പോയാ കഴുത്ത് പിടിച്ചിരിക്കും. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാനിനി എങ്ങനെ മായമ്മയുടെ അടുത്ത് പോവും? ഒരു കണക്കിന് മായമ്മയെ സോപ്പിട്ട് വരുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും?